السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപം പൊറുക്കാൻ, ദോഷം പൊറുക്കാൻ വേണ്ടി നബിതങ്ങളെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിപ്പിക്കുന്ന കടുത്ത ഷിർക്കാണ് എന്ന് വാദിക്കുന്ന വഹാബികൾ അത് വാദിക്കുന്ന എന്താ നമുക്ക് പിടുത്തം കിട്ടി. കാരണം എന്താ, സിറിയൻ പട്ടാളം, സിറിയൻ വഹാബികൾ ജിഹാദിന് പങ്കെടുക്കുന്ന വലിയ ധർമ്മം എന്നവർ കരുതുന്ന ആ ഒരു യുദ്ധത്തിന് ബല ജിഹാദ് അറിയാലോ. അപ്പോൾ സിറിയയിലുള്ള ഈ പട്ടാളത്തിൻ്റെ മൂത്രം, അവരുടെ ആ മൂത്രം കുടിച്ചാൽ മാത്രമേ പാപങ്ങൾ, ദോഷങ്ങൾ പൊറുക്കപ്പെടുള്ളൂ. അല്ലെങ്കിൽ സിറിയൻ പട്ടാളത്തിൻ്റെ മൂത്രം കുടിച്ചാൽ അള്ളാഹു എന്ത് ചെയ്യും, പാപം പൊറുക്കും എന്ന് വഹാബിയാലയത്തിൽ നിന്നും ഫത്വ വന്നിരിക്കുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞ ഷിർക്ക എന്ന് പറഞ്ഞ ആളുകൾക്ക് സിറിയൻ പട്ടാളത്തിൻ്റെ മൂത്രം കുടിച്ചാൽ അള്ളാഹു പാപം പൊറുക്കും എന്ന ഫത്വ കൊടുക്കുന്നതിന് യാതൊരു മടിയില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. അപ്പോൾ പാപം പൊറുക്കാൻ മൂത്ര ജ്യൂസ് കുടിച്ചാലേ പാപം അള്ളാഹു പൊറുക്കുള്ളൂ, നഊദു ബില്ലാഹ് എന്ന ഫത്വ, വിചിത്രമായ ഫത്വ. ഇത് ആരാ അറിയൂ? സൗദിയിലെ ഖുബാ പള്ളിയിലെ ഇമാമും വഹാബി മുഫ്തിയാണത്, സ്വാലിഹുൽ മആമിസി. മൂപ്പരെ ഫത്വയാണത്. സിറിയയിലെ പട്ടാളക്കാരുടെ മൂത്രം കുടിച്ചെന്ത് ചെയ്യണം? ജമ്പുകൾ, പാപങ്ങൾ എന്ത് ചെയ്യണം? കഴുകി തീർക്കണം എന്ന് എന്താണ് മൂപ്പര് പറയാണ്. ഇത് യഥാർത്ഥത്തിൽ സിറിയയും സലഫികളുമായി ബന്ധപ്പെട്ട് എന്താണ് കേരളത്തിൽ നിന്ന് യുവാക്കൾ ജിഹാദിന് പോകുന്നൊരു വിഷയമായിരുന്നു. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആ സിറിയയിലെ വലിയ വലിയ ജിഹാദിൻ്റെ ആളുകളുടെ പോലീഷ പറഞ്ഞ് മൂപ്പര് പറഞ്ഞാണ് എന്ത് ചെയ്യും, ദോഷം പൊറുക്കണമെങ്കിൽ ഓലെന്ത് ചെയ്യണം, ആ ജിഹാദ് ചെയ്യുന്ന പട്ടാളക്കാരെ മൂത്രം കുടിച്ചാൽ മതി എന്ന യൂറിൻ സമവാക്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്തരത്തിലുള്ള സംഗതിയായിപ്പോയി. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇസ്തിശ്ഫാഅ്, നബി തങ്ങളോട് ശുപാർശ നടത്തിയാൽ പാപം പൊറുക്കുവാൻ അള്ളാഹു നമുക്കൊരു സബബായി തന്ന വലിയ അനുഗ്രഹമാണ് റസൂലുള്ളാഹ്. അതിനെ കൊച്ചാക്കി കളിയാക്കി ലോകത്തെ അഹ്ലുസുന്നയുടെ കഴിഞ്ഞുപോയ മുഴുവൻ ഇമാമിയങ്ങളും അംഗീകരിച്ച ആ മഹത്തായ ശഫാഅത്തിനെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും അതിനെ ഷിർക്കും കുഫറുമാക്കുകയും ചെയ്യുന്ന വഹാബികൾ എന്താ പറയുന്നത്? സിറിയയിലെ പട്ടാളക്കാരെ മൂത്രം കുടിച്ച് അള്ളാഹ് പാപം പൊറുക്കും. എന്തൊരു ജാതി വർത്താനായി പറയുന്നത്. അപ്പോൾ എ.പി. അബ്ദുൽ ഖാദർ മൗലവിയുടെ തിരുമലത്തിൽ തൗഹീദ് കണ്ടെത്തിയ പോലെ സിറിയൻ പട്ടാളത്തിൻ്റെ മൂത്രത്തിൽ ഇവർ തൗഹീദ് കണ്ടെത്തി. അപ്പോൾ ദോഷം പൊറുക്കാൻ അള്ളാഹ് സബബാക്കാത്ത ഒന്നിനെ സബബാക്കിയ വഴി ഷിർക്കും കുഫറും. ഇവരുടെ ഉസൂല് പ്രകാരം തനിച്ച ഷിർക്കാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവരെ സലഫി ആഗോള നേതാക്കളെ. ഇൻഷാ അല്ലാഹ് അപ്പോൾ ഈ ഒരു പ്രസ്ഥാനക്കാരുടെ വലയത്തിൽ ഇനിയും പെട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിക്കൊണ്ട് അതിൽ നാം രക്ഷപ്പെടുക. കാരണം ഇത്തരത്തിലുള്ള മഹാ അബദ്ധങ്ങൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായി ഇസ്ലാമിൽ സ്ഥിരീകരിക്കപ്പെട്ട ഷഫാഅത്തിനെ പോലും കൊച്ചാക്കുകയും പരിഹസിക്കുകയും അതിനെ കുഫറും ഷിർക്കാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പം ഇങ്ങനത്തെ ഒരു ഗതി അംഗീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവരെത്തിയിട്ടുണ്ട്. ഇവർ ക്രമേണ പലതും നിഷേധിക്കുകയും ഇവരുടെ കൂട്ടത്തിൽ ഷിർക്കിൻ്റെ വക്താക്കളായിക്കൊണ്ട് മരിച്ചു പോവുകയും ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുക, സത്യമായി മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ഈ വഹാബിസത്തിൻ്റെ കെണിയിൽ ആരെങ്കിലുമൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവരെന്താണ് പറയുന്നത്? ഷാറ മുബാറക്ക്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഷാറ മുബാറക്ക് ഇട്ട വെള്ളം അത് കുടിക്കുന്ന, അല്ലേ, ഏതോ പെണ്ണിൻ്റെ മുടി, നഊദു ബില്ലാ, അത് കുടിക്കുന്നവരാണ് ഇവിടുത്തെ സുന്നികൾ. അവരുടെ പണി എന്താണ്? നബിദിനത്തിൻ്റെ ചോറ് എന്ത് ചെയ്യുന്നു? ആളുകൾക്ക് വിതരണം ചെയ്യുന്നു. അങ്ങനെ അള്ളാഹുവിങ്കിൽ നിന്ന് മഗ്ഫിറത്ത് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശഫാഅത്ത് തേടിക്കൊണ്ടും അവിടത്തേക്ക് തവസ്സുലാക്കിക്കൊണ്ടും എന്തു ചെയ്യുന്നു? ഇസ്തിഗ്ഫാറിനെ പ്രതീക്ഷിക്കുന്നു. അങ്ങനത്തെ സുന്നികൾക്കെതിരെ രംഗത്ത് വന്ന വഹാബികൾ എന്തിനായിരുന്നു വന്നതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? സിറിയൻ പട്ടാളത്തിൻ്റെ മൂത്രം കുടിച്ചാൽ അള്ളാഹു പാപം പൊറുക്കും. അവരോടുള്ള കടപ്പാട്, അവർ ഇസ്ലാമിന് വേണ്ടി പോരാടിയതിൻ്റെ പേരിൽ, ഇവർ പഠിപ്പിക്കുന്ന തരത്തിലുള്ള ഇസ്ലാം, അതിനുവേണ്ടി പോരാടിയതിൻ്റെ പേരിൽ അവരുടെ മൂത്രം കുടിച്ചാൽ അള്ളാഹു പാപം പൊറുക്കും എന്ന് ഇവർ പറയുന്നു. നിങ്ങൾ ആലോചിക്കൂ, കൃത്യമായി ആലോചിക്കുക. ഇത് മഹാദുരന്തമല്ലേ സുഹൃത്തുക്കളെ?
മഹാ അപകടമല്ലേ ഇത്? എന്തൊരു വിരോധാഭാസമാണ് ഈ പറയുന്നത്? ഈ മൂത്ര ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടാണോ വഹാബികൾ ഇസ്ലാമിക ലോകത്ത് ഇജ്മാ ആയി അംഗീകരിക്കപ്പെട്ട ഒരു പണ്ഡിതനും ഷിർക്കാണ് എന്ന് അഭിപ്രായമില്ലാത്ത ഒരു സംഗതിയെ ഷിർക്കും കുഫറുമാക്കിയിട്ട് ആളുകളെ സിറിയം പട്ടാളത്തിൻ്റെ മൂത്രം കുടിക്കുന്നതിലേക്കും കോണകമിട്ട വെള്ളം കുടിക്കുന്നതിലേക്കും ക്ഷണിക്കുന്നത്? സത്യമായി നിങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ലളിതമായ ഭാഷയിൽ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് വഹാബിസത്തിൻ്റെ ഒരു പേച്ച ആശയം എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ വിശദീകരിച്ച മുൻകാല വിഷ്ടം പ്രവർത്തകൻ കൂടിയായ ദർവീഷ് എറണാകുളത്തിന് ആദ്യമായി അഭിനന്ദനം അറിയിക്കുകയാണ്. ഇവിടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എനിക്ക് വേണ്ടി പുറത്തു തരണം എന്ന് പറഞ്ഞ ഹദീസുകൾ നമുക്ക് കാണാം. അങ്ങനെയൊക്കെ പച്ചയായി തന്നെ ദോഷം പൊറുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം എന്ന ഹദീസുകളൊക്കെ ഉണ്ടായിട്ട് പോലും വഹാബികൾ പറയുന്നത് നമ്മുടെ ദോഷം പൊറുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാരണക്കാരനാക്കിയാൽ, ശുപാർശകനാക്കിയാൽ അത് ഷിർക്കാകുമെന്നാണ്. ഔലിയാക്കളെ ശുപാർശകരാക്കിയാൽ, കാരണക്കാരാക്കിയാൽ ഷിർക്കാകുമെന്നാണ്. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം, ഈ വഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന എന്ത് തോന്നിവാസവും തൗഹീദുമാണ്. ഒരു വഹാബി ഭരണത്തിന് കീഴിലെ പള്ളിയിലെ ഇമാമാണ്, ഇവരുടെ മുഫ്തിയാണ് ഫത്വ കൊടുക്കുന്നത്, സിറിയൻ പട്ടാളത്തിൻ്റെ മൂത്രം കുടിച്ചാൽ അല്ലാഹു തആല ദോഷം പൊറുക്കുമെന്ന്. യഥാർത്ഥത്തിൽ അല്ലാഹു തആല വിധിക്കാത്തൊരു വിധി അവൻ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവനായി. കാരണം അള്ളാഹുവിൻ്റെ അധികാരത്തിൽ കൈകടത്തലായി. സൗദി അറേബ്യയിലുള്ള വഹാബി പണ്ഡിതൻ്റെ ഫത്വ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങ് കേരളത്തിലുള്ള വഹാബി പണ്ഡിതൻ്റെ ഫത്വ എന്താണ്? AP അബ്ദുൽ ഖാദർ മൗലവി, അതായത് ഈ അടുത്ത കാലത്ത് പലിശയുമായൊക്കെ ബന്ധപ്പെട്ട് പലിശയുടെ ഭക്ഷണം കഴിച്ച് ജീവിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷം, മരണപ്പെടുന്നതിന് മുമ്പ് പലരും നിലവിളിച്ചുവിടെ, എന്ത്? AP അബ്ദുൽ ഖാദർ മൗലവി ഞങ്ങളോട് അനീതി കാണിച്ചു, ഞങ്ങളെ മുശ്രിക്കാക്കിയിട്ട് ഒന്നും മിണ്ടിയില്ല. അതുപോലെ തന്നെ പലതും AP അബ്ദുൽ ഖാദർ മൗലവിയുടെ പോരായ്മകൾ ജീവിതകാലത്ത് പറഞ്ഞു. അന്ന് AP അബ്ദുൽ ഖാദർ മൗലവി വഹാബികൾക്ക് ഒരു മഹാനോ മഹത്വമുള്ള ആളായിരുന്നില്ല. എന്നാൽ മരിച്ചതിന് ശേഷം അയാളെ മഹത്വവൽക്കരിക്കുകയാണ്. പലിശ കൊണ്ട് ജീവിച്ച് പലിശ കൊണ്ട് ഭക്ഷണം കഴിച്ച് ഈ ചങ്ങാതി, ആ ചങ്ങാതി മരിച്ചതിന് ശേഷം പറയുകയാണ് ആ ചങ്ങാതിൻ്റെ കാഷ്ടമാണ് തൗഹീദ് എന്ന്. ഇവർക്ക് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന വിഷയം പറഞ്ഞാൽ അത് തൗഹീദാകും. അവരുടെ ഓഫീസുകളിൽ നിന്ന് കിട്ടുന്ന ചീട്ടനുസരിച്ച് പറഞ്ഞാൽ മതി. ഖുർആനും ഹദീസും ഒന്നും അതിനൊന്നും ആവശ്യമില്ല. എന്നാൽ ഖുർആനും ഹദീസും അനുസരിച്ച് സുന്നികൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് വഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഷിർക്കും കിർക്കൊക്കെയാണ്. ഇതാണ് വഹാബിസത്തിൻ്റെ നിലപാട്. അതുകൊണ്ട് ആരും തന്നെ അതിൽപ്പെട്ട് വഞ്ചിതരായി നാളെ ആഖിറത്തിൽ വഞ്ചിതരാവരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സത്യം ഗ്രഹിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ.